ഹായ് ഓൾ. നമ്മൾ സ്മൂത്തനിങ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇത് കെയർ ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു പാരബൻ അല്ലെങ്കിൽ എന്താ പറയുക സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ പ്ലസ് കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യുക ഒരുപാട് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് തന്നെ ഉണങ്ങാൻ വിടാണ്ട് അത്യാവശ്യം ഒന്ന് ഉണങ്ങിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഭയങ്കര വെള്ളത്തോടു കൂടി ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ എന്നാലും ആ ഒരു ഹെയർ ഡ്രയറിൻ്റെ ഒരു ഹീറ്റ് കൊടുത്തിട്ട് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒടിവുകൾ, ഇപ്പം ഇങ്ങനെ ഇതിനകത്ത് നോക്കുമ്പോൾ ചെറിയ ഒടിവുകൾ കാണുന്നില്ല, ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ഒടിവൊക്കെ വരത്തില്ലേ, നമ്മൾ മുടി ഒന്ന് ടൈ ചെയ്ത് വെച്ചതിൻ്റെ ഒക്കെ അങ്ങനത്തെയൊക്കെ സംഗതികൾ അങ്ങനെ അങ്ങ് പൊക്കോളും. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഉണങ്ങുമ്പോൾ ആ ഒടിവെല്ലാം അങ്ങനെ തന്നെ നിൽക്കും. തന്നെയല്ല, അത് പിന്നെയും ആകുമ്പോഴത്തേനും ഈ ഹെയർ നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ഭയങ്കര അലമ്പാവാനായിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെയർ ഡ്രയർ കൂടെ മേടിക്കുക. ഹെയർ ഡ്രയർ അത്യാവശ്യമാണ്. അയൺ ചെയ്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഉണക്കാൻ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കുറച്ച് നാളും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഡ്രയറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ സൾഫേറ്റ് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാംപൂ പ്ലസ് കണ്ടീഷണർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി, ഇന്നത് തന്നെ മേടിക്കണം എന്നില്ല. പക്ഷേ എന്നാലും ഈ ഒരു ആഫ്റ്റർ കെയർ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നാൾ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തത് വേർത്തായിട്ട് നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് പോകും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്ങനെ സ്വന്തമായിട്ട് നമുക്കിത് ചെയ്യാം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഡൗട്ട് ക്ലിയറിങ് പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കാണാം കേട്ടോ.